ഫ്രണ്ട്സ്, ഇതുപോലെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ വഴി നമ്മൾ ആർക്കെങ്കിലും കാശ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് മാറി കാശ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോർമൽ ഗൈസ്, നമ്മൾ കാശ് തെറ്റയച്ച് അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോക്കാം, കാശ് തരാൻ പറഞ്ഞിട്ട് തന്നാ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാശ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ കാശ് പോയിന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മൾ തെറ്റയച്ച അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കിട്ടും. അതിന് ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ കാശ് തെറ്റയച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ NPCI എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോവാം. ഇത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്പ്യൂട്ട് റെഡ്രസൽ മെക്കാനിസം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഷ്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻകറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഐഡിയും ബാങ്കിന്റെ നെയിമും UPI ഐഡിയും എത്ര എമൗണ്ട് ആണ് അടിച്ചത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ഇമെയിൽ ID, രജിസ്റ്റേർഡ് ഫോൺ നമ്പറും അതുപോലെ നിങ്ങൾ അയച്ചതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇത്രയുള്ള ഗൈസ്, നമ്മൾ തെറ്റയച്ച കാശ് നമുക്ക് ഈസി ആയിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. എപ്പോഴെങ്കിലും കാശ് നിങ്ങൾ തെറ്റയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ എപ്പോഴും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ, അവർക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവും.